ഇന്ന് പോകാൻ പോകുന്ന ഡ്രീം ലാൻഡ് പാർക്കിലാണ് കേട്ടോ. എന്ന് പറയുന്ന മൂവാറ്റുപുഴക്കാരുടെ ലത പാർക്കിലാണ് കേട്ടോ. ലത പാർക്ക് എന്ന് പറയുമ്പോൾ കുറേ കാഴ്ചകൾ കാണാനുണ്ടെങ്കിലും അവിടെ പോയി ഇരിക്കുന്ന പ്രത്യേക രസമാണ് കേട്ടോ. ഇതേ നമ്മുടെ അസറാണെങ്കിൽ കുഞ്ഞു കൊച്ചാന്നാണ് വിചാരം, എന്നാലും 10-30 വയസ്സൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ കയറാൻ പോയത് എവിടെയിട്ടാണ്, ട്രീ ഹൗസിലാണ് കേട്ടോ. ട്രീ ഹൗസിൽ കയറാൻ നേരത്ത് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ പോയി. പിന്നെ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ലത പാർക്ക് മൂവാറ്റുപുഴക്കാർക്ക് എല്ലാവർക്കും അറിയുന്നൊരു പാർക്കായിരിക്കും. എന്നാലും കൂട്ടുകാരായിട്ട് പോകുമ്പോൾ പ്രത്യേക ഒരു വൈബാണ് അവിടെ പോകുമ്പോൾ. പയ്യെ എല്ലാം നമ്മൾ നടന്ന് ട്രീ ഹൗസിൽ കയറാൻ പോവുകയാണ്. ട്രീ ഹൗസ് എവിടെ? ട്രീ ഹൗസ് ദുഃഖാന്നെയാണ് ട്രീ ഹൗസ്. അങ്ങനെ നമ്മൾ നടന്ന് ട്രീ ഹൗസിലെത്തി, കല്ലിൻ്റെ വണ്ടിയിലൊക്കെ കയറി ഇനി ട്രീ ഹൗസിലേക്കുള്ള സ്റ്റെപ്പ് കയറിയാണ്. അവനാണെങ്കിൽ ചാടിക്കയറിക്കൊള്ളു. ഇതുണ്ട് അവിടെ നിന്ന് കാണുന്ന വ്യൂ, ഒരു പ്രത്യേക രസമുണ്ട് അവിടെ കാണാൻ. പിന്നെ അതിൻ്റെ മുകളിൽ കുറേ പേര് കപ്പിൾസിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വലിയ വൃത്തികേടൊന്നും ഇല്ലെങ്കിൽ നല്ല രസമുണ്ട്. ഇപ്പം എന്തോ കാണുന്നതാണ് ശില്പങ്ങൾ, അതെന്തോ മരമൊക്കെ വീണ് പൊളിഞ്ഞ് കിടക്കുകയാണ്. ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ നോക്കിയതാണ്, പക്ഷേ ഇതുപോലെ അവൻ്റെ തല ഇതിനകത്ത് കൊണ്ടില്ല. അതാണ് പിന്നെ അത് പണി. പിന്നെ നമ്മൾ നേരെ പോയത് ഇങ്ങോട്ടാണ്, പാറയുടെ കൊണ്ടേ കയറാനായിട്ട്. ചാടിക്കയറുന്നതാണ് അസറുദ്ദീൻ. അവനിങ്ങനെ വലിഞ്ഞ് കയറിക്കൊള്ളും ഇവിടെ വീണെങ്കിൽ. പിന്നെ ഞങ്ങൾ അവൻ കൈ പിടിച്ചൊക്കെ കയറി. പിന്നെ അത് ഓടിക്കണം കേട്ടോ, ഡൈനോസർ. പിന്നെ ഈ വിളിക്കുന്നത് ഞാൻ നടന്ന് വരുന്നുണ്ട്. നടന്നു തന്നെ ആ കുട്ടീനെ നോക്കൂ, അവൻ്റെ കാൽച്ചുവടുകൾ ചെറുതാണെന്നെങ്കിലും അവൻ്റെ പാദമുദ്രകൾ വലുതായിരുന്നു. അങ്ങനെ അവൻ നടന്നു വരിക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.